മലപ്പുറം പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിലെ വിദ്യാർത്ഥി തേജസിന്റെ മരണത്തിൽ ആരോപണവുമായി കുടുംബം. തേജസ് ജീവനൊടുക്കിയത് അധ്യാപകരുടെ മാനസിക പീഡനം മൂലം എന്നാണ് ആരോപണം. ടി.സി വാങ്ങുമ്പോൾ റെഡ് മാർക്ക് രേഖപ്പെടുത്തുമെന്ന് അധ്യാപകർ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി. എന്നാൽ ആരോപണങ്ങൾ സ്കൂൾ അധികൃതർ നിഷേധിച്ചു. തേജസിന്റെ ടി.സിയിൽ റെഡ് മാർക്ക് ഇട്ടിട്ടില്ല എന്നും വാർഷികാഘോഷത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എന്നുമാണ് വിശദീകരണം. ആരോപണ വിധേയരായ അധ്യാപകർക്ക് മെമ്മോ നൽകുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് സ്കൂളിലേക്ക് SFI മാർച്ച് നടത്തി. സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഭയങ്കരമായ പീഡനങ്ങൾ എൻ്റെ കുട്ടി നേരിട്ടിട്ടുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് അവനെ ആരോപണം ഉന്നയിച്ച് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതും അവൻ ഞങ്ങൾക്ക് വന്ന് പറഞ്ഞു. സ്കൂളിൽ നിന്നും ടി.സി വാങ്ങി പോരാണ് ഒക്കെ പ്രിൻസിപ്പളുടെ അടുത്തും ക്ലാസ് ടീച്ചറുടെ അടുത്തും പറഞ്ഞതാണ്. ഇത് എക്സാം ഫയലാണെന്ന് പറഞ്ഞിട്ട് ടീച്ചർ വിളിച്ച് പറഞ്ഞ് അത് എഴുതിയാലേ ഉള്ളൂ ടി.സി തരാമെന്ന് നിർബന്ധപൂർവ്വം വന്നു. അതിനുശേഷം ഇത് എൻ്റെ എക്സാം എഴുതിയിട്ടും കാര്യമില്ല, എൻ്റെ ടി.സിയിൽ ഞങ്ങൾ റെഡ് മാർക്ക് എഴുതും, അന്നെ ഒരു സ്കൂളിലും പഠിക്കാൻ അനുവദിക്കൂല എന്നുള്ള രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ മോൻ പിന്നീട് ഒരു ദിവസം പറഞ്ഞു. അപ്പോൾ ടി.സിയിൽ റിസൾട്ട് വന്നിട്ട് അവനോട് തോൽപ്പിക്കും അവനെ എന്ന് പറഞ്ഞു. പ്രോഗ്രസ് കാർഡിലൊക്കെ റെഡ് മാർക്ക് ഇട്ടിട്ട് ഈ വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഭയങ്കര പേടിയായി. അവൻ എങ്ങോട്ടും പോവുകയൊന്നും ചെയ്യാണ്ട് ദിവസം ഇരുന്ന് പഠിക്കന്നെ പരീക്ഷ ടൈം ടേബിൾ വന്നപ്പോൾ സ്കൂളിൽ നടത്തുന്ന ഒരു വിഷയമുണ്ട്. അവർ ഈ ബൈബിളിൻ്റെ എന്തൊക്കെ പഠനമായിട്ട് MSc പറഞ്ഞൊരു സബ്ജക്റ്റ് അതിൽ മാർക്കില്ല പറഞ്ഞു. അപ്പോൾ ഞാനും മോളും കൂടി ടി.സിക്ക് ചെന്നു. അപ്പോൾ സിസ്റ്ററോട് പറഞ്ഞു ടി.സി വാങ്ങാനാണ്. ടി.സി ആവശ്യപ്പെട്ടു. അത് April 27 ആവശ്യപ്പെട്ടത്. അത് നമ്മൾ KER നിയമം അനുസരിച്ചിട്ട് ടി.സി കൊടുക്കുന്നത് റിസൾട്ട് പബ്ലിക്കേഷൻ ചെയ്തതിന് ശേഷമാണ്. അത് May 2 അപ്പോൾ അതിന് ശേഷം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ല. മോറൽ സയൻസ് എക്സാം എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തോറ്റ വിഷയങ്ങളെ എല്ലാ കുട്ടികളും എഴുതി. അപ്പോൾ എഴുതി അത്രയും ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. മുബഷീർ പി അക്ബറാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത്. മുബഷീർ, സ്കൂൾ മാറ്റത്തിന് ടി.സി വാങ്ങാൻ ഉള്ള ദിവസമാണ് ഈ ആത്മഹത്യ ഉണ്ടാകുന്നത്. വലിയ സംഘർഷാവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തുണ്ടായത്. ഇപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത് അങ്ങനെ ഒരു ഭീഷണിയെ ഉണ്ടായിട്ടില്ല, അതൊരിക്കലും ഒരു കാരണമല്ല എന്നാണ്. പക്ഷേ ബന്ധുക്കൾ ഗുരുതരമായ ആരോപണവുമായി ഇപ്പോഴും രംഗത്തുണ്ട്. അതേ മാധു, കഴിഞ്ഞ 2-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. 2-ാം തീയതിയാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയുടെ മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന തേജസിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. തൂങ്ങി മരിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് കുടുംബം ഈ കുട്ടി പഠിച്ചിരുന്ന സ്കൂൾ അധികൃതർക്കെതിരെ ആരോപണമായിട്ട് രംഗത്ത് വന്നത്. ആ കലാലയത്തിലെ അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി കൊടുത്ത കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പിന്നീട് കുടുംബം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ഇക്കാര്യത്തിൽ നടപടി വേണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ഈ ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് സ്കൂളിലേക്ക് വലിയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. SFI സംഘടിപ്പിച്ച സമരമാണ് അവസാനം സംഘർഷത്തിൽ കലാശിച്ചത്. SFI ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന സ്കൂൾ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ കുട്ടിക്ക് കൃത്യമായിട്ട് മാർക്ക് കൊടുക്കാനോ ടി.സി വിട്ടു നൽകാനോ തയ്യാറായിട്ടില്ല. വലിയ മാനസിക പീഡനം കുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളത് SFI ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുള്ള ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകൾ അറിയിക്കുന്നത്. അതേസമയം ഈ ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും സ്കൂൾ അധികൃതർ, അതായത് പ്രസന്റേഷൻ സ്കൂൾ അധികൃതർ നിഷേധിക്കുന്നുണ്ട്. സ്കൂൾ പ്രിൻസിപ്പൽ ഇന്ന് സംസാരിച്ചപ്പോൾ കുടുംബം ഉന്നയിക്കുന്ന പോലെ ടി.സി കൊടുക്കാത്തത് അല്ലെങ്കിൽ റെഡ് ലൈനിൽ വരച്ചതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം അവിടെ നിലനിൽക്കുന്നില്ല. അഥവാ അത്തരത്തിലുള്ള കുറ്റകൃത്യം അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് തെളിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. 8ാം ക്ലാസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുടുംബം ഗുരുതരമായ ആരോപണം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിഷേധിക്കുകയാണ് സ്കൂൾ അധികൃതർ.